अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज भी मैं सहाबा हज़रत मसीह मौऊद अलैहिस्सलाम की ഇന്നും ഞാൻ ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ വിവിധ സ്വപ്നങ്ങളും ദർശനങ്ങളും സമർപ്പിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള ഇവരുടെ ബന്ധവും ഇവരോടുള്ള അള്ളാഹുവിന്റെ ബന്ധവും പെരുമാറ്റവും എങ്ങനെയുള്ളതായിരുന്നു. അത് മാത്രമല്ല, ചില സംഭവങ്ങളിൽ അള്ളാഹു അവരോട് പറഞ്ഞ കാര്യങ്ങളിലും ഉപദേശങ്ങളിലും ഇന്നും നമുക്ക് പാഠമുണ്ട്. ഹദ്രത്ത് മിയ മുഹമ്മദ് സുഹൂറുദ്ദീൻ സാഹിബ് അദ്ദേഹം 1905 ബയ്യത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ പട്ടിണിയുടെ അവസ്ഥയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കിടക്കുകയായിരുന്നു. എന്റെ ഭാര്യ എന്റെ ശരീരം ഞെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ എനിക്ക് ഉറക്കം വന്നു. സ്വപ്നത്തിൽ നീല വസ്ത്രത്തിലുള്ള ഒരു സ്ത്രീ എന്റെ വീട്ടിൽ വന്നതായി ഞാൻ കാണുന്നു. ഒരു കൈയിൽ നിറഞ്ഞിരിക്കുന്ന പാലിന്റെ പാത്രവുമുണ്ട്. വന്നുകൊണ്ട് അതെനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, മിയാൻജി, ഞാൻ ഈ പാല് നിങ്ങൾക്കായിട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ഇത് കുടിച്ചുകൊള്ളുക. ഞാനത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അത് ഇളക്കുക. ഞാൻ പാലിൽ പഞ്ചസാര ഇളക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്നു, ഞാനപ്പോൾ ഉണർന്നു. എന്റെ ശരീരം അമർത്തിക്കൊണ്ടിരുന്ന എന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഭയന്നുപോയോ? ഞാൻ പറഞ്ഞു, ഭയന്നില്ല, മറിച്ച് ഒരു സ്വപ്നം കാണുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നം എന്റെ ഭാര്യയെ കേൾപ്പിച്ചു. ഞാൻ ആ സ്വപ്നം മറന്നുപോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതേ രീതിയിൽ നീല വസ്ത്രം ധരിച്ച, കയ്യിൽ പാലിന്റെ പാത്രം പിടിച്ച ഒരു സ്ത്രീ എന്റെ വീട്ടിലേക്ക് വന്നു. ആ സ്ത്രീ എന്റെ ഒരു ശിഷ്യന്റെ മാതാവായിരുന്നു. അവർ വന്ന് എനിക്ക് പാലിന്റെ പാത്രം നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കുടിക്കുക. ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇളക്കുക. എന്റെ ഭാര്യ ഈ സംഭവം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ സ്വപ്നമല്ലോ. നിങ്ങൾ എന്നെ കേൾപ്പിച്ചതുപോലെ അക്ഷരം പ്രതി അത് പുലർന്നിരിക്കുന്നു. ചില സമയത്ത് അള്ളാഹു ഈ പ്രകാരം സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു. ഒരു വ്യക്തിയുടെ പട്ടിണിയെ ദൂരീകരിക്കുവാനായി അള്ളാഹു ഉടൻ തന്നെ സംവിധാനം ഏർപ്പെടുത്തുന്നു. ദൈവത്തെ നിഷേധിക്കുന്നവർ ഒരുപക്ഷെ
तो दोनों तरफ അവർക്ക് സ്വാഭാവികമായ ചിന്ത ഉണ്ടായി, अल्लाह ताला पहले ख्वाब में दे रहा है, അല്ലെങ്കിൽ യാദൃശിക സംഭവമാണെന്നൊക്കെ പറഞ്ഞേക്കാം. यही कोई कुदरत രണ്ട് ഭാഗത്തു നിന്നും അള്ളാഹു ഇതിനെക്കുറിച്ചുള്ള അറിവ് നൽകുകയാണ്. जिसने एक औरत ഇത് एक नेक आदमी की യാദൃശ്ചികമാകുക അസാധ്യമാണ്. ഇതാണ് കുദ്റത്ത്, ഇതാണ് അള്ളാഹു. അവൻ ഒരു നല്ല സ്ത്രീയുടെ മനസ്സിൽ ഒരു സൽപ്രകൃതക്കാരന്റെ വിശപ്പ് ശമിപ്പിക്കുന്നതിനുള്ള ചിന്ത ഉണർത്തി. ഉടൻ തന്നെ അവർ അത് പൂർത്തിയാക്കുകയും ചെയ്തു. जिनका बैत का सन ഹദരത്ത് മൗലവി അബ്ദുറഹീം സാബ് നെയ്യർ बयान फरमाते हैं कि मैं 1901 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. तो एक दिन हजरत मौलवी പറയുന്നു, साहब से जो ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന സമയത്ത് खेलों के मामले में जिनका मैं इंचार्ज അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന ഷേർ അലി സാഹിബുമായി ഞാൻ ഇൻചാർജായിരുന്ന കളിയുടെ കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടായി. इख्तिलाफ की वजह से कहते बड़े അന്നേ രാത്രി ഞാൻ തഹജ്ജുദിൽ ദുആ ചെയ്തു. तो मुझे हरीर पर ഭിന്നത കാരണത്താൽ ഞാൻ അസ്വസ്ഥനുമായിരുന്നു. लिखा हुआ दिखलाया गया ദുആ ചെയ്തപ്പോൾ कि എനിക്ക് ഒരു നേർത്ത കടലാസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി കാണിച്ചു തന്നു: बीमार होकर നോ ടൂർണമെന്റ്, നോ ഗെയിംസ്. नीज പറയുന്നു, അതിനുശേഷം ഞാൻ രോഗിയായി. അക്കാരണത്താൽ ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. കൂടാതെ की वजह से ടൂർണമെന്റിന്റെ ദിനങ്ങളിൽ कमेटी ने നിരന്തരമായി മഴ പെയ്ത കാരണത്താൽ कर दिया ഗുരുദാസ്പൂർ ടൂർണമെന്റ് കമ്മിറ്റി कि एक इल्हाम पूरा ടൂർണമെന്റ് क्योंकि റദ്ദ് ചെയ്തു. ഒരു വെളിപാട് പുലർന്നു എന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സന്തോഷമുണ്ടായി. അതായത് കളിക്കാരോടും അത് പറഞ്ഞിരുന്നു. हो गया हमारे टीचर का वो अल्लाह को किनारे मारते हुए जब कादियान आए ഞങ്ങളുടെ അധ്യാപകന്റെ വെളിപാട് പുലർന്നിരിക്കുന്നു എന്നതിൽ അവർക്ക് സന്തോഷം തോന്നി. हजरत अक्दस के हुजूर पहुंची അവർ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കാദിയാനിലെത്തിയപ്പോൾ ഈ വെളിപാടിന്റെ എല്ലാ വിശദ വിവരങ്ങളും ഹദ്രത്ത് അക്ദസിന്റെ അടുക്കൽ എത്തിച്ചു. सफाई कल्ब ഞാൻ വളരെ വിശദമായി എഴുതിക്കൊണ്ട് സമർപ്പിച്ചപ്പോൾ ഹുസൂർ എനിക്കെഴുതി, വെളിപാട് വളരെ സ്പഷ്ടമായി പുലർന്നു. ഇത് നിങ്ങളുടെ ഹൃദയ പരിശുദ്ധിയുടെ അനുഗ്രഹങ്ങളാണ്. ഇപ്രകാരം ഒരു ഖാദിമിന്റെ സ്വപ്നം പൂർത്തിയായതിൽ ഹുസൂർ സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു. हजरत शेख अता मोहम्मद साहब साबिक पटवारी वंजुआ बयान फरमाते हैं മുൻ പട്വാരി ഹദ്രത്ത് ഷേഖ് അത്താ മുഹമ്മദ് മഞ്ജുവ പറയുന്നു, तो हजरत अक्दस बटाला तारीख पर तशरीफ ले गए हुए थे മതിലിന്റെ കേസ് നടക്കുന്ന സമയത്ത് उनके चचा भाई ഹദ്രത്ത് അക്ദസ് കേസ് സംബന്ധമായി ബട്ടാലയിൽ പോയിരിക്കുകയായിരുന്നു. അതായത് കാദിയാനിൽ പിതൃ സഹോദര പുത്രന്മാരുമായി മതിലിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഹുസൂർ പറഞ്ഞു, ആർക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവർ എനിക്ക് പറഞ്ഞു തരിക. अल्लाह ताला ने फरमाया है കാരണം वो यूसुफ सानी है ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു, നീ രണ്ടാം യൂസുഫ് ആണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. फरमाया कि तू यूसुफ सानी യൂസുഫിനും സഹോദരന്മാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. പറയുന്നു, ഞാനും मीठा खरबूजा ഒരു സ്വപ്നം ഹുസൂറിനോട് പറഞ്ഞു. जब मैंने उसकी एक काश ഞാൻ ഒരു മധുരമുള്ള തണ്ണിമത്തൻ കഴിക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം സ്വന്തം മകൻ അബ്ദുല്ലാക്ക് നൽകിയപ്പോൾ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഹുസൂർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ हुआ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിക്കും, എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നതല്ല. അങ്ങനെ എനിക്കൊരു ആൺകുട്ടി പിറന്നു. 11 മാസത്തിനു ശേഷം അവൻ മരിച്ചു. ये मुकदमे से അതിനുശേഷം ആ ഭാര്യയിൽ നിന്ന് കുട്ടികളൊന്നും ജനിച്ചില്ല. उन्होंने उस वक्त ख्वाब देखी तो ये ഈ സ്വപ്നത്തിന് കേസുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും हजरत अमीर ആ സമയത്ത് അദ്ദേഹം കണ്ട സ്വപ്നം വിവരിക്കുകയായിരുന്നു. 1903 में बैत की फरमाते हैं 1903 ബയ്യത്ത് ചെയ്ത ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, ख्वाब में एक शख्स को सर पर घोड़ा दौड़ाते 1917 ജനുവരി चले आते देखा വ്യാഴാഴ്ച ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. इस मैदान में खड़ा था उस शख्स ने घोड़े से उतरकर ഒരാൾ വേഗതയിൽ കുതിര ഓടിച്ചു വരികയാണ്. मैं बादशाह हूँ ഞാൻ തുറന്ന മൈതാനത്ത് കിണറിനടുത്ത് നിൽക്കുകയാണ്. मेरे लिए दुआ की ആ വ്യക്തി കുതിരയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു, ഞാൻ രാജാവാകുന്നു, എന്റെ പേര് അഹമ്മദ് അലി എന്നാകുന്നു, और उसने भी मेरे साथ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഞാൻ ദുആ ചെയ്തു. जब हम दुआ ദുആക്കായി കൈ ഉയർത്തിയപ്പോൾ അയാളും എന്നോടൊപ്പം ദുആയിൽ പങ്കാളിയായി. ഞങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞപ്പോൾ वापस चला गया ഉടൻ കുതിരയിൽ കയറി മടങ്ങി. थोड़ी दूर गया था कि उसका बेशुमार लश्कर गर्दो गुबार उड़ाता അല്പദൂരത്തെത്തിയപ്പോൾ ये ख्वाब बयान फरमा रहे हैं അയാളുടെ ധാരാളം സൈന്യം പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് അയാളുടെ കൂടെ ചേർന്നു. मुखालिफ സ്വപ്നമാണിത് വിവരിക്കുന്നത്. वर्दियों से सजा हुआ था
അതിനെ കൂടെ ചേർത്തുകൊണ്ട് അയാൾ ശത്രു സൈന്യത്തിനെതിരിൽ നിലയുറപ്പിച്ചു. नजर आता था। ശത്രു സൈന്യം ആയുധങ്ങളാലും യൂണിഫോമാലും അലങ്കരിക്കപ്പെട്ടതായിരുന്നു. അത് കണ്ടപ്പോൾ അവർക്കെതിരെ പോരാടുന്നത് പ്രയാസകരമായി തോന്നി. അപ്പോൾ ആരോ പറഞ്ഞു, मुकाबले की, लेकिन फिर कहते हैं किसी ने कहा ख्वाब में इनको, क्या मोर की सजावट कम होती है? फौजी सजे तो हुए हैं, സ്വപ്നത്തിൽ തന്നെ ആരോ പറഞ്ഞു, होता है सजावट മയിലിന്റെ അലങ്കാരം കുറവാണോ? की आवाज सुनता है फौरन സൈന്യം അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്, മയിലും അണിഞ്ഞൊരുങ്ങുന്നു. എന്നാൽ തോക്കിന്റെ ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ ഭയം നോടിക്കളയുന്നു, ഗുഹകളിൽ പോയി മറഞ്ഞിരിക്കുന്നു. बस അതേപോലെ ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുന്നതാണ്. बदल और उसकी ताईदाद പറയുന്നു, അതിനുശേഷം ഞാൻ ഉണർന്നു. ना ज़ाहिरी शान शौकत യഥാർത്ഥ ശക്തി അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ പിന്തുണയും സഹായവുമാകുന്നു. പ്രൗഢിയും अल्लाह की रजा ബാഹ്യ അലങ്കാരവും ഒന്നുമല്ല. वो ज़ाहिर ദ്വാ കൊണ്ടും हाँ एक वक्त मुकर അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ടും നടക്കുന്ന കാര്യം और उस वक्त आने പ്രത്യക്ഷ പ്രൗഢിയിലോ അലങ്കാരത്തിലോ നടക്കുന്നതല്ല. का इंजाम दिखाता है। ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അള്ളാഹു അതിന്റെ പരിണിത ഫലം കാണിക്കുന്നു. 1800 ഹദ്രത്ത് മിയാ ഇമാമുദ്ദീൻ സാഹിബ് സേഖ്വാനി പറയുന്നു, नवंबर की बैत है इनकी, 1889 നവംബർ छोटी सी ख्वाब 23 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. പറയുന്നു, हुजूर ചെറിയൊരു സ്വപ്നമാണ്. ഞാൻ जगह का नाम है कंडा, കണ്ട എന്ന സ്ഥലത്ത് अकेले थे, ഒറ്റക്ക് തങ്ങുന്ന സമയത്ത് पेश की, शायद वो 20 रुपए से 2-3 रुपए कम थे। കുറച്ച് പണം ഹുസൂറിന് സമർപ്പിച്ചു. फरमाया कैसे हैं 20 രൂപയിൽ നിന്ന് 2-3 രൂപ കുറവാണെന്ന് തോന്നുന്നു. कि मैंने इतनी അത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു, ഞാൻ ഇത്ര പണം താങ്കൾക്ക് നൽകുന്നു. സ്വപ്നം പൂർത്തിയാക്കിയതാണ്, താങ്കൾ സ്വീകരിക്കുകയും ചെയ്തു. जिनका 1903 का बैत का सन है। ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, भाई അദ്ദേഹം 1903 ബയ്യത്ത് ചെയ്തത്. का एक जमीन के मुताबिक എന്റെ മൂത്ത സഹോദരൻ मैंने 21 जनवरी ചൌധരി അത്താ മുഹമ്മദ് ഖാൻ സാഹിബിന് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. कर रही है, चुनाचे वो 1913 ജനുവരി 21 ഞാനൊരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ അന്യനുമായി നിക്കാഹ് ചെയ്യുന്നു. അങ്ങനെ ആ കേസ് തീർന്നു. ആ സമ്പത്തും ആ സ്വത്തും കയ്യിൽ നിന്ന് നഷ്ടമായി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വ്യത്യസ്ത തരത്തിലാണ്. ചിലർ സ്വപ്നം കണ്ടതിനു ശേഷം ആക്ഷേപിക്കാൻ തുടങ്ങുന്നു. ख्वाबों की। अब यहाँ इन्होंने ख्वाब देखी, സ്വപ്നത്തിന്റെ बीवी गैर से निकाह कर रही है വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. और मुकदमा हार गए। ഇവിടെ ഭാര്യ അന്യനുമായി നിക്കാഹ് ചെയ്തതായി സ്വപ്നം കണ്ടു. साहब फरमाते हैं സ്വത്തിന്റെ കേസായിരുന്നു, അതിൽ പരാജിതനായി. जिनका बैत का सन 1903 है, इन्हीं की रिवायत, ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, उनकी काफी सारी रिवायात हैं। അദ്ദേഹം 1903 ബയ്യത്ത് ചെയ്തത്. कहते हैं 18 दिसंबर 1912 की സ്വപ്നത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ധാരാളം റിവായത്തുകളുണ്ട്. मेरे घर में लड़का पैदा हुआ है जिसे मैं सीने से പറയുന്നു, 1912 ഡിസംബർ 18 രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ വീട്ടിൽ ആൺകുട്ടി ജനിച്ചു. ഞാൻ അതിനെ നെഞ്ചോട് ചേർത്ത് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മധുരം വിതരണം ചെയ്യുന്നുണ്ട്. 1913 കുട്ടി സുന്ദരനായിരുന്നെങ്കിലും മെലിഞ്ഞതും ക്ഷീണിച്ചതുമായിരുന്നു. 1913 ഫെബ്രുവരി 15 അള്ളാഹു എനിക്ക് ഒരു ആൺകുട്ടിയെ നൽകി. അവന്റെ പേര് ഹദ്രത്ത് ഖലീഫത്തുൽ മസീ അവൽ റളിയല്ലാഹു തആല അൻഹു जब 24 അബ്ദുള്ള ഖാൻ എന്ന് വെച്ചു. അവന്റെ ബലഹീനത ഇപ്പോൾ 1938 24 വയസ്സിലുമുണ്ട്. और ख्वाब का जिक्र करते हैं अमीर खान साहब, പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സ്വപ്നത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ख्वाब के अंदर അമീർ ഖാൻ സാഹിബ് साधु दिखाया गया, പറയുന്നു, 1913 നവംബർ 24 രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. बदन उसका मजबूत, അതിൽ എനിക്ക് ഒരു जो अपने बदन की ഹിന്ദു സന്യാസിയെ കാണിച്ചു തന്നു. लाकर रहबानियत या അയാൾ കുഷ്ഠരോഗിയായിരുന്നു, എന്നാലും അയാളുടെ ശരീരം ദൃഢമായിരുന്നു. അയാൾ തന്റെ ആരോഗ്യത്തെ യുവാക്കൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മചര്യത്തിന്, ഏകാന്ത ജീവിതത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. उसे कहा ചെമ്പിൽ ഗന്ധകം കൊണ്ട് കളർ ചേർത്ത് അതിനെ സ്വർണമായി പ്രദർശിപ്പിക്കുകയായിരുന്നു. സ്വപ്നമാണ് വിവരിക്കുന്നത്. ഞാൻ സന്യാസിയോട് ചോദിച്ചു, मगर शेख നിങ്ങൾ എന്റെ മുമ്പിൽ സ്വർണമുണ്ടാക്കി കാണിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ അയാൾ അല്പം പരുങ്ങി, देखो എന്നാൽ അഹങ്കാരത്തോടുകൂടി ഉണ്ടാക്കാൻ തുടങ്ങി. हकीकत जाहिर करता हूँ, ഞാൻ അയാളോട് പറഞ്ഞു, നോക്കൂ, ഇനി ഞാൻ നിങ്ങളുടെ കാപട്യത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ये फौरन खुल അതായത് തീയിൽ പഴുപ്പിച്ച് അതിനെ ചുറ്റികയാൽ അടിക്കും. कहा അങ്ങനെ അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നതാണ്. मेरा पर्दा फाश हो जाएगा, അപ്പോൾ സന്യാസി ലജ്ജിതനായിക്കൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, किदों को എന്റെ കള്ളി വെളിച്ചത്താകും. തുടർന്ന് ഞാൻ ആ സന്യാസിയുടെ ശിഷ്യന്മാരെ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. उस राह से हटाने के लिए असल हकीकत इस्लाम അതായത് करनी शुरू कर दी। അയാൾ അവരെ ഏത് മാർഗത്തിലാണോ നയിക്കാൻ ആഗ്രഹിച്ചത് അതിൽ നിന്ന് വേർപെടുത്തി
अर्ज किया ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അവർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ദീനിനെ സംബന്ധിച്ചും बयान हो रही है। ഒരു മനുഷ്യന്റെ ബാധ്യതകളെക്കുറിച്ചുമെല്ലാം പറയുന്നു. സന്യാസിയും എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. कि हमें भी मिर्जा ഇത് സ്വപ്നമാണ് വിവരിക്കുന്നത്. സന്യാസിയുടെ അനുയായികൾ പ്രഭാവിതരായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും തീർച്ചയായും മിർസ സാഹിബിന്റെ ഗ്രന്ഥം കേൾപ്പിച്ചിട്ട് പോവുക. फिर मैंने साधु से मुखातब होकर कहा कि देखो खुदा ताला ने इंसान में कुछ പറയുന്നു. അതിനുശേഷം ഞാൻ ആ സന്യാസിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ദൈവം മനുഷ്യന് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. माल में ना ला അഥവാ മനുഷ്യൻ അതിനെ അനുവദനീയമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണപ്രദമാകുന്നു. जो इंसान അഥവാ ഈ കഴിവുകൾ പ്രയോഗിക്കാതിരുന്നാൽ നഷ്ടം സഹിക്കേണ്ടി വരും. अब अगर एक ഉദാഹരണമായി अदालत में दावा ദൈവം മനുഷ്യന് കാരുണ്യം ചെയ്യുന്നതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. मगर कोई ഒരു ദ്രോഹിക്കപ്പെട്ട വ്യക്തി കോടതിയിൽ കേസ് നൽകുകയും अहम नहीं, ദ്രോഹിക്ക് ശിക്ഷ നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ हरगिज नहीं ആരെങ്കിലും ശിക്ഷിക്കുന്നത് കാരുണ്യമല്ല എന്ന് പറഞ്ഞ് दिलवानी चाहिए। ആരും സാക്ഷി പറയുന്നില്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണോ? फिर कहते हैं आगे मैं ख्वाब में देखता हूँ ഒരിക്കലുമില്ല. അക്രമിക്ക് എന്തായാലും ശിക്ഷ ലഭിക്കേണ്ടതാണ്. അവന്റെ മേൽ ഒരു കാരണവുമില്ല. പിന്നീട് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, സന്യാസിയോട് പറയുകയാണ്, देखो अगर जिम्मेदार आंखें बंद कर കാണുന്നതിനായി ദൈവം കണ്ണുകൾ നൽകിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ഭാരിച്ച നഷ്ടം സഹിക്കേണ്ടി വരും. നോക്കൂ, मेरी അഥവാ കർഷകൻ കണ്ണ് അടച്ചു വെക്കുകയാണെങ്കിൽ അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിപ്പണി ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സ്വസ്ഥതയാണ് ലഭിക്കുക? कि खुदा ने എന്റെ ഈ ഉദാഹരണം കേട്ടപ്പോൾ ആ സന്യാസിയുടെ ഉത്തരവാദിത്തപ്പെട്ട അനുയായി അനിയന്ത്രിതമായി പറഞ്ഞു, ദൈവം മനുഷ്യന് സന്താനോൽപാദനത്തിനായി നൽകിയിട്ടുള്ള കഴിവിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ को मुखातिब करके സ്നേഹനിധികളായ കുട്ടികൾ എങ്ങനെ ജനിക്കും? ये साधु പിന്നീട് ഞാൻ സന്യാസിയുടെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, इनके നിങ്ങളെ ഉപദേശിക്കുന്ന ഈ സന്യാസിയുടെ മാതാപിതാക്കൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ജനിക്കുക? तो ये कहां से पैदा होता? तो ये दलील सुनकर साधु बहुत मुतासर हुआ और कहने लगा पहले लोगों ने तो इस तरह ഈ തെളിവ് കേട്ടപ്പോൾ സന്യാസി പ്രഭാവിതനായിക്കൊണ്ട് പറയാൻ തുടങ്ങി, नहीं किया, പൂർവികന്മാർ ഈ മാർഗത്തെ നല്ലതായി മനസ്സിലാക്കി. खंडन कर दिया। ഈ തെളിവുകളിൽ ആരും ചിന്തിച്ചില്ല. എന്നാൽ മിർസ സാഹിബ് എല്ലാ തിന്മകളെയും ഖണ്ഡിക്കുകയുണ്ടായി. എല്ലാ അസത്യങ്ങളെയും തെറ്റായി സ്ഥാപിച്ചു, चार पायों വെളിപ്പെടുത്തി കാണിച്ചു, നിഷ്പ്രഭമാക്കി. सवारी के जानवर और പിന്നീട് ഞാൻ പറഞ്ഞു, ഈ മാർഗം മൃഗങ്ങളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളും പാലിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മൃഗങ്ങളും എങ്ങനെയുണ്ടാകും? അപ്രകാരം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ जिनके जरिए लोग मुक्ति വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ പാഴായി പോകുന്നതാണ്. നബിമാരുടെയും അവതാരങ്ങളുടെയും ആഗമന ശൃംഖല നിലച്ചു പോകുന്നതാണ്. അവർ മുഖേനയാണ് ജനങ്ങൾ മോക്ഷം കരസ്ഥമാക്കുന്നത്. हासिल हो ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ തന്നെ കാണുന്നു, इशारा करके ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു ദർസ് നൽകുകയായിരുന്നു. എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, से ये मौका എന്നിൽ നിന്നും ഖുർആൻ പഠിക്കുന്ന നിങ്ങൾക്ക് जो रहब बनने ബ്രഹ്മചര്യം പ്രായോഗികമാക്കിയിരുന്നുവെങ്കിൽ ഈ അവസരം എപ്രകാരമാണ് ലഭിക്കുക? पहुंच गए। तो ख्वाब में अल्लाह ताला ने इनको ഇത്തരത്തിൽ ബ്രഹ്മചര്യം സ്വീകരിക്കാൻ സ്വയം തങ്ങളെ कहते हैं ഒരു വലിയ പദവിയിൽ എത്തിയവരായി ഗണിക്കുന്നു. ये समझाया गया कि देखो ये साधु का जो कोड का मर्ज है ये സ്വപ്നത്തിലാണ് അള്ളാഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സന്യാസിക്ക് പിടിപെട്ടിരിക്കുന്ന കുഷ്ഠവും പ്രകൃതി നിയമത്തിൽ നിന്ന് അകന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നാണ്. അതുപോലെ ताला के അള്ളാഹുവിന്റെ നിയമത്തിനെതിരിൽ ഉണ്ടാകുന്ന പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ या बस तंजीमें ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഘടനകളും രൂപപ്പെട്ടിട്ടുണ്ട്. पार्लियामेंटें कानून साज इदारे പാർലമെന്റും നിയമനിർമ്മാണ വിഭാഗവും അതിനായി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. कानून भी हरकत में आता है। അപ്പോൾ में आकर അള്ളാഹുവിന്റെ നിയമവും നടപ്പിൽ വരുന്നു. അത് സമുദായങ്ങളുടെ നാശത്തിന് ഹേതുവായി തീരുന്നു. अहमदियों को जो इस वक्त दुनिया के अक्सर ममालिक में फैले ഭൗതികർ എല്ലാ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളെയും തങ്ങളുടെ നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. को अपने कानून അതിനാൽ चाहते हैं। അതിന്റെ ഭാഗമായി തീരാതിരിക്കുന്നതിനായി इनका हिस्सा ना ഇപ്പോൾ ലോകത്തിന്റെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളിലും വ്യാപിച്ചിട്ടുള്ള അഹമ്മദികൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. साहब वल्द अब्दुल्ला साहब फरमाते हैं അബ്ദുല്ല സാഹിബിന്റെ മകനായ ഹദ്രത്ത് അബ്ദുൽ സത്താർ സാഹിബ് कि मुझे हज़रत साहब ने 1892 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. പറയുന്നു, എന്റെ ഭാര്യ സ്വപ്നം കേൾപ്പിച്ചു, എനിക്ക് ഹദ്രത്ത് സാഹിബ് 2 രൂപ നൽകിയിരിക്കുന്നു. കേസ് ജയിച്ചപ്പോൾ ഹദ്രത്ത് സാഹിബ് എനിക്ക് 2 രൂപ നൽകുകയും അങ്ങനെ സ്വപ്നം പുലരുകയും ചെയ്തു. ഞാൻ ആ 2 രൂപ എന്റെ ഭാര്യയ്ക്ക് നൽകി സ്വപ്നം പൂർത്തിയാക്കുകയും ചെയ്തു.
कहते हैं 1 जून 1905 को അതിൽ അമീർ ഖാൻ സാഹിബ് വീണ്ടും एक मुसाफिर അദ്ദേഹത്തിന്റെ ഒരു നിവേദനമാണ് പറയുന്നു. 1905 ജൂൺ 1 സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ശുദ്ധജലത്തിൽ മീൻ പിടിക്കാൻ തുടങ്ങുന്നതായി കണ്ടു. इतने में जलजला से जमीन हिली അന്നേരം ഒരു കൊടുങ്കാറ്റ് വന്നു. और मैं जमीन को അതൽപ്പം ശമിച്ചപ്പോൾ ഭൂകമ്പത്താൽ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. और सजदे के अंदर या हय्यो ഭൂമി കുലുങ്ങുന്നതായി കണ്ട് तवीज़ पढ़ना അദ്ദേഹം സുജൂദ് ചെയ്യാൻ തുടങ്ങി. സുജൂദിൽ യാ ഹയ്യു യാ കയ്യൂമു ബിറഹ്മതിക അസ്തഈസു എന്ന് ചൊല്ലാൻ തുടങ്ങി. मामूली जलजला है അപ്പോൾ മറ്റൊരു ഭൂകമ്പമുണ്ടായി. ഇത് നിസാര ഭൂകമ്പമാണ്, किया ശക്തമായ ഭൂകമ്പം വന്നിട്ടില്ല എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. सर्ब सुजूद रहो അവർ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ और इसके എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഇപ്പോൾ നീയും സുജൂദിൽ പറയുക, ഭൂകമ്പം വരുന്നു. 105 അതിനുശേഷം ശക്തമായ നാശനഷ്ടമുണ്ടാക്കിയ കനത്ത ഭൂകമ്പമുണ്ടായി. बड़ा जबरदस्त वो तो अप्रैल में 1905 ജൂണിലെ സ്വപ്നമാണ് വിവരിക്കുന്നത്. കാങ്കടയിൽ വന്ന ശക്തമായ ഭൂകമ്പം ഏപ്രിലാണ് ഉണ്ടായത്. इतला दी गई फिर जंग अजीम की तरफ അതിനുശേഷവും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. लेकिन बहरहाल ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഭൂകമ്പത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹത്തിന് അറിയിപ്പ് നൽകിയത്. के ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള സൂചനയുമാകാം. എന്തായാലും ഇത് നൽകുന്ന ഒരു പാഠം, आफात को देख के इंसान को ഒരു ഭൂകമ്പം കാണുമ്പോൾ അല്ലെങ്കിൽ വിപത്ത് കാണുമ്പോൾ हमेशा മനുഷ്യൻ അശ്രദ്ധരാകരുത്. अल्लाह ताला के आगे झुका रहना चाहिए മറിച്ച് എപ്പോഴും അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുന്നവരാകണം. आफात से बचत हो सकती है क्योंकि ये जमाना जो हज़रत मसीह मौला അത് ശീലമാക്കുകയും വേണം. അപ്പോഴാണ് വിപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത്. കാരണം ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ്. कि हमें अल्लाह ताला के आगे हमेशा झुके रहना ഇതിൽ ഭൂകമ്പങ്ങളെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചുമുള്ള അനവധി പ്രവചനങ്ങളുണ്ട്. അതിനാൽ അള്ളാഹുവിന് മുമ്പിൽ എപ്പോഴും തലകുനിക്കുന്നവരായിരിക്കണം എന്ന സൂചന ഇത് നൽകുന്നു. ഒരിക്കലും അശ്രദ്ധരാകരുത്. मई പിന്നീട് അമീർ ഖാൻ സാഹിബ് തന്നെ പറയുന്നു, मैंने ख्वाब में देखा कि एक बारिश और 1905 മെയ് 29 ഞാനൊരു സ്വപ്നം കണ്ടു. इस ख्याल അതിൽ പേമാരിയും കൊടുങ്കാറ്റുമുണ്ട്. ना तो അത് കണ്ട് ജനങ്ങൾ വൃക്ഷത്തണലിൽ നിന്ന് തുറന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. बनी में जाना ആ വൃക്ഷം തങ്ങളുടെ മേൽ പതിക്കരുത് എന്ന ചിന്തയിൽ. के नीचे आ गए എന്നാൽ സാധുക്കളും അഗതികളും വൃക്ഷത്തണലിനെ ആശ്രയിച്ചു. बना लेना था തുറന്ന സ്ഥലത്തു നിന്ന് ഓടി വൃക്ഷച്ചുവട്ടിൽ വന്നു നിന്നു. हो गए ആ സാധുക്കൾ വൃക്ഷത്തണലിൽ ആശ്രയം നേടിയപ്പോൾ കൊടുങ്കാറ്റിനാൽ തുറന്ന സ്ഥലത്തുള്ളവർ നശിച്ചുപോയി. അപ്പോൾ എന്റെ നാവിൽ ഈ വാക്കുകൾ വന്നു, ആരുടെ പര്യവസാനമാണോ ഇത്തരത്തിലുള്ളത് അവർ നശിച്ചു. ज्यादातर अंबिया को मानने वाले भी होते പൊതുവിൽ കാണാൻ സാധിക്കുന്നത് ധനികരെ അപേക്ഷിച്ച് പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരുടെ തണലിൽ വരാൻ ശ്രമിക്കുന്നതും സാധുക്കളാകുന്നു. हैं कि 25 जून 1905 को मैंने हज़रत ഹദരത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, के अंदर अपने घर मोजा एहराना 1905 ജൂൺ 25 ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ घोड़े पर सवार എന്റെ ഹരാനയിലുള്ള ഭവനത്തിൽ ആരാധന നിർവഹിക്കുന്നതായി കണ്ടു. അദ്ദേഹം ആരാധന നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് കയറി യാത്രയായി. അല്പദൂരം എത്തിയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ? और ये മൗലവി സാഹിബിനോട്, इसमी नवाब साहब അതായത് ഹദരത്ത് ഖലീഫ അവലിനോട് വേഗത്തിൽ തയ്യാറാകാൻ പറയുക. रुके में ये लिखा ഈ കത്ത് മൗലവി സാഹിബിന് നൽകുകയും ചെയ്യുക. चीज जो उसके सम रुपया या കത്തിൽ ഇങ്ങനെ എഴുതിയതായി എനിക്ക് മനസ്സിലായി, ഇന്ന വസ്തുവും ने अर्ज की कि हुजूर मैं हाजिर हूँ ഖൈറാത്തിന്റെ പണവും കൂടെ കൊണ്ടുവരിക. फौरन हज़रत मौलवी साहब की खिदमत में അപ്പോൾ ഞാൻ ചോദിച്ചു, ഹുസൂർ ഞാൻ സന്നിഹിതനാണ്. मक्का में पहुंचे വേഗത്തിൽ ഹുസൂറിൽ നിന്ന് കത്ത് വാങ്ങി മൗലവി സാഹിബിന് എത്തിച്ചു കൊടുത്തു. जब मक्का में पहुंचे ഞങ്ങൾ പരിശുദ്ധ മക്കയിലെത്തിയപ്പോൾ, അതായത് യാത്ര തുടരുകയാണ്, पत्थर और रोड़े മക്കയിലേക്കാണ് പോകുന്നത്. മക്കയിലെത്തിയപ്പോൾ അവിടെ ചെറിയ ചെറിയ കുന്നുകൾ കണ്ടു. അത് കല്ലുകളും പാറകളും ചുണ്ണാമ്പ് കല്ലുകളും നിറഞ്ഞതായിരുന്നു. नालियां थीं ആ കല്ലുകളുടെയും പാറകളുടെയും ചുണ്ണാമ്പ് കല്ലുകളുടെയും ഇടയിലൂടെ ഒഴുകുന്ന ശുദ്ധജലത്തിന്റെ ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തോന്നി. खराब हो जाए അഥവാ ഈ കനാലുകൾ ഭൂകമ്പത്താൽ ഛിന്നഭിന്നമാകുകയാണെങ്കിൽ വെള്ളം മലിനമാകും. अल्लाह बेहतर जानते ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അള്ളാഹുവിനാണ് നന്നായി അറിയുക. हजरत सल्लल्लाहु अलैहि वसल्लम के ഏതായാലും आशिक के साथ അതിലൊരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയിലൂടെയും ദാസനിലൂടെയും വീണ്ടും एक दिन फिर ഇസ്ലാമിന്റെ हकीकी യഥാർത്ഥവും और साफ और दिलो जान को साफ करने वाली तालीम से പരിശുദ്ധവും दुनिया को भी മനസ്സിനെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കുന്നതുമായ അധ്യാപനങ്ങൾ മുഖേന खिलाफत के निजाम के तहत ലോകത്തെയും ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ്. और मुख्तलिफ कौमें ഖിലാഫത്തിന്റെ സംവിധാനത്തിന് കീഴിൽ ഈ അനുഗ്രഹം നിലനിൽക്കുന്നതാണ്. വിവിധ സമുദായങ്ങൾ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുകയും പ്രയോജനമെടുക്കുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാ. मीर खान साहब भी फरमाते हैं कि हज़रत खलीफा अव्वल की वफात से चंद रोज पहले मैंने ख्वाब में ഹദരത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, देखा जिसकी
ഹദരത്ത് ഖലീഫ അവൽ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വപ്നത്തിൽ സൂര്യഗ്രഹണം കണ്ടു. അതിന്റെ വ്യാഖ്യാനം ഞാൻ അദ്ദേഹത്തിന്റെ മരണമായാണ് നൽകിയത്. പിന്നീട് അദ്ദേഹം എഴുതുന്നു, 1938 ജനുവരി 12-ന്റെയും 13-ന്റെയും മധ്യരാത്രിയിൽ ഞാൻ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുയെ കണ്ടു. आप उन अहबाब के गिर्द घूमकर उनको हिफाजत में അദ്ദേഹം ഏതാനും അനുയായികളുമായി അവരുടെ സംരക്ഷകനായി നിന്നുകൊണ്ട് ദുആ ചെയ്യുകയായിരുന്നു. आपके साथ हैं, लिहाजा 13 जनवरी എന്നാൽ നഗ്നപാതനായിരുന്നു. ചൗധരി ഫത്തഹ് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. ജനുവരി 13-ന് അദ്ദേഹം മസ്ജിദ് മുബാറക്കിൽ ഏതാനും അനുയായികളോടൊപ്പം സാഹിബ്സാദ മിർസ അസീസ് അഹമ്മദ് സാഹിബിന് വേണ്ടി ദുആ ചെയ്തു. मुस्लिम मुबारक ने किया। ഹുസൂറിന്റെ ഈ ദുആയെ സംബന്ധിച്ച അറിയിപ്പ് ദുആക്ക് മുമ്പായി ചൗധരി ഫത്തഹ് മുഹമ്മദ് സാഹിബ് ആണ് മസ്ജിദ് മുബാറക്കിൽ നടത്തിയത്. 1912 में मैंने हज़रत खलीफा अव्वल रज़ी अल्लाह अन्हु को പിന്നീട് അദ്ദേഹം എഴുതുന്നു, मां चंद दीगर अहबाब के 1912 സെപ്റ്റംബറിൽ ഞാൻ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിനെ മറ്റു ചില വ്യക്തികളോടൊപ്പം സ്വപ്നത്തിൽ കണ്ടു. ഹുസൂർ പറയുന്നു, നിഷേധികൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ अमन से रहें। അസഭ്യം പുലമ്പുന്നതിൽ അതിര് ലംഘിക്കുകയും इतिहास से पहले നാം സമാധാനത്തിൽ കഴിയുകയും ചെയ്യുന്നത് നമുക്ക് അസഹ്യമാണ്. आप मैंने ഈ നിഷേധികൾ को सुनाया। അസഭ്യം പുലമ്പുന്നതിന് മുമ്പ് തന്നെ നാശമടയട്ടെ എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. പറയുന്നു, പിന്നീട് ഞാൻ സ്വപ്നം ഖലീഫ അവലിനെ കേൾപ്പിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, വളരെ അനുഗ്രഹീതമായ സ്വപ്നമാകുന്നു. और ज़रार बिन अज़वर को देखा कि तलवारें हाथ में हैं और फतह पर വീണ്ടും അദ്ദേഹം എഴുതുന്നു, 1913 ഫെബ്രുവരി 20 രാത്രിയിൽ आगे हथियार डाल സ്വപ്നത്തിൽ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ്, സറാർ ബിൻ അസ്ഗർ എന്നിവരെ കയ്യിൽ വാളുകളുമായി കണ്ടു. അവർ വിജയങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് അധികം പേരും സ്വയം അവരുടെ മുമ്പിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയാണ്. അവസാനം യസീദും ആയുധം വെച്ച് കീഴടങ്ങി അവരോടൊപ്പം ചേർന്നു. वल्द मिर्जा मोहम्मद जलालुद्दीन साहब മിർസ മുഹമ്മദ് ജലാലുദ്ദീൻ സാഹിബിന്റെ മകനായ इनकी बैत का सन 18 ഹദ്രത്ത് മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബ് ജഹലും യാത്രയെ സംബന്ധിച്ച് പറയുന്നു, 1895 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1903 ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ജഹലുമിൽ ആഗതരായപ്പോൾ ഞാൻ അവിടെ ചെന്നു. यानी सिलसिला വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു. ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഹുസൂർ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പ്രകാശമാകുന്നു, അതായത് അഹമ്മദിയ ജമാഅത്ത് ജനങ്ങളുടെ ഊത്തുകൊണ്ട് അണയുന്നതല്ല. 3 बार सर देने को फरमाया। ഈ യാത്ര സമയത്ത് ഹദ്രത്ത് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് മർഹൂം പറഞ്ഞത്, അള്ളാഹു എന്നോട് 3 തവണ തല നൽകുവാനായി പറഞ്ഞു എന്നാണ്. दिसंबर 1913 की रात को मैंने हज़रत खलीफतुल मसीह अव्वल പിന്നീട് അമീർ ഖാൻ സാഹിബ് എഴുതുന്നു, के आपके हाथ 1913 ഡിസംബർ 6 രാത്രിയിൽ ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഇരുണ്ട നിറമുള്ള എരുമ കുത്തുന്നതിനായി ഹുസൂറിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. എന്നാൽ വടിയെ പേടിച്ചുകൊണ്ട് ഹുസൂറിന്റെ പിന്നിലേക്ക് മാറാൻ തുടങ്ങി. मोहरें അവസാനം अपनी दुकान में बैठा था ഹുസൂർ और एक और സീലുണ്ടാക്കുന്ന ഒരു കടയിലെത്തി. की जाली मोहरें बनवानी चाहता था और वो अभी അവിടെ ഇരുന്ന സീലുണ്ടാക്കുന്ന വ്യക്തിയിൽ നിന്ന് ഖിലാഫത്തിന്റെ വ്യാജ സീലുണ്ടാക്കാൻ മറ്റൊരു വ്യക്തി ശ്രമിക്കുകയായിരുന്നു. അയാൾ ആ കടയിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ ആ കടയിലെത്തി. കടക്കാരൻ എന്നോട് ചോദിച്ചു, മൗലവി നൂറുദ്ദീൻ സാഹിബ് ഇത് തന്നെയാണോ? അതെ, അദ്ദേഹം തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പെട്ടെന്ന് സീലുണ്ടാക്കാൻ വന്ന ആളെ പിടികൂടി. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ साहिब मकान खुश शक्ल ആ ഹാളിനുള്ളിൽ പ്രവേശിച്ചു. കടക്കാരൻ दिल आदमी സുന്ദരനും उसने हजरत साहब പ്രതാപമുള്ളവനും സൽപ്രകൃതക്കാരനുമായിരുന്നു. और जब हजूर फिर इस मकान അദ്ദേഹം ഹദ്രത്ത് സാഹിബിന് വളരെയധികം ആദരവ് നൽകി, ഭക്ഷണം നൽകി. പിന്നീട് ഹുസൂർ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. की वो कहीं ना मिले। അന്നേരം വ്യാജസീലുകൾ ഉണ്ടാക്കാൻ വന്നയാൾ ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തു കടന്ന് ഓടിമറഞ്ഞു. ഞാൻ ധാരാളം അന്വേഷിച്ചു, എങ്ങും കിട്ടിയില്ല. ഞാൻ പറന്നു നടന്ന അയാൾ അന്വേഷിച്ചു, എന്നാലും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഈ സ്വപ്നത്തിൽ की लंबी സ്വയം ഇതിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നു, नवाब साहब की कोठी ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ ദീർഘകാല രോഗവും कि आपकी ശുദ്ധവായുവും ജലവും ലഭിക്കുന്നതിനായി ഹദരത്ത് നവാബ് സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പോകുന്നതിലും बेशुमार मखलूक के हजूम के മൗലവി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഖിലാഫത്തിനെതിരിൽ ട്രാക്ട് പ്രസിദ്ധീകരിക്കുന്നതിനും ध्यान से പിന്നീട് ഹുസൂറിന്റെ ജനാസയിൽ അനവധി വ്യക്തികൾ ഒരുമിച്ച് കൂടിയതിലും പിന്നീട് മൗലവി മുഹമ്മദ് അലി സാഹിബ് കാദിയാൻ ഉപേക്ഷിച്ചു പോകുന്നതിലും ഈ സ്വപ്നം അക്ഷരം പ്രതി പുലരുകയുണ്ടായി. ख्वाब में एक शहद का छत्ता അദ്ദേഹം പറയുന്നു, से शहद की धार निकल रही 1914 മാർച്ച് 13 രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ ഒരു തേൻ കൂട് കണ്ടു. അതിൽ നിന്ന് തേൻ ഒഴുകുന്നുണ്ടായിരുന്നു. अव्वल ने फरमाया അതിനെ ഞങ്ങൾ പാത്രത്തിൽ നിറക്കുകയാണ്. जनाब അതിനുശേഷം ഹദരത്ത് ഖലീഫ അവൽ പറഞ്ഞു, എന്റെ ജനാസ
മൗലവി ഷെറലി സാഹിബാണ് കുളിപ്പിക്കേണ്ടത്. चुनाचे मैंने अपना ये ख्वाब हज़रत खलीफतुल मसीह सानी അദ്ദേഹം എന്റെ സദ്വൃത്തനായ സഹോദരനാണ്. पहुंचा दी। അങ്ങനെ ഞാൻ ഈ സ്വപ്നം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്കൽ യഥാസമയം എത്തിച്ചു. और मौलवी शेर अली साहब ने ही आपको गुस्ल जनाजा दिया खलीफा अव्वल को। ഖലീഫത്തുൽ മസീഹ് അവൽ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. मेरे ख्वाब की बिना पर ही आप ഷെർ അലി സാഹിബ് തന്നെയാണ് ഹദരത്ത് ഖലീഫ അവലിന്റെ ജനാസ കുളിപ്പിച്ചത്. എന്നാൽ എന്റെ സ്വപ്നം കാരണത്താലാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്നെനിക്കറിയില്ല. खैर दी। എന്തായാലും കുളിപ്പിച്ചത് മൗലവി സാഹിബ് തന്നെയായിരുന്നു. അങ്ങനെ എന്റെ സ്വപ്നം പൂർത്തിയാവുകയും ചെയ്തു. जिनकी बैत का सन 1906 है, फरमाते हैं जब हमारे प्यारे മുസ്തഖീം സാഹിബിന്റെ മകനായ ഹദ്രത്ത് ഖൈർദീൻ സാഹിബ് 1906 ബയ്യത്ത് ചെയ്തത് പറയുന്നു. और खिलाफत നമ്മുടെ പ്രിയങ്കരനായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യഥാർത്ഥ നാഥനുമായി കണ്ടുമുട്ടിയപ്പോൾ ഒന്നാം ഖിലാഫത്ത് ആരംഭിച്ചു. അള്ളാഹു ഈ ഖിലാഫത്ത് മുഖേന എന്നിൽ സ്ഥാപിതമാക്കിയത് ഇതാണ്. एक दिन रोया में देखा ഒരിക്കൽ സ്വപ്നത്തിൽ വളരെ മനോഹരമായ ഒരു രാജകുതിരയെ കെട്ടിയിരിക്കുന്നതായി കണ്ടു. उम्मीद है उस घोड़े के पास एक पलंग है, അതിന്റെ നിറം ഗോതമ്പിന്റേതായിരുന്നു. तकिया वगैरह भी रखा। ആ കുതിരയുടെ അടുത്ത് ഒരു കട്ടിലുണ്ട്. मालूम हुआ അതിൽ കിടക്ക വിരിച്ചിട്ടുണ്ട്. वो आंधी തലയിണയും മറ്റും വെച്ചിട്ടുണ്ട്. जिस സ്വപ്നത്തിൽ കൊടുങ്കാറ്റടിച്ചതായി തോന്നി. चला करती है ചൂടുള്ള കൊടുങ്കാറ്റ്. इंडिया पाकिस्तान വേനൽക്കാലത്ത് പൊതുവിൽ രാത്രി സമയത്ത് അടിക്കാറുള്ള കാറ്റ് പോലെ. बिस्तरे मिट्टी तिन ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ളവർക്ക് രാത്രി അടിക്കുന്ന കൊടുങ്കാറ്റിനെ പറ്റി അറിയാം. सोया करते हैं जो लोग മണ്ണും ചെറിയ കല്ലുകളും കമ്പുകളും മറ്റും പറന്നു വീഴുന്നു. साफ कर रहा हूँ, झाड़ रहा हूँ। പുറത്ത് ഉറങ്ങാറുള്ളവർക്കറിയാം. अव्वल അത്തരത്തിലുള്ള കിടക്കയെ ഞാൻ വൃത്തിയാക്കുകയാണ്. ये सारा वाकया मैंने हज़रत खलीफा अव्वल की ആ കിടക്ക ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് തോന്നുന്നു. कि जो कुछ ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെ കേൾപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ചതിൽ നിന്ന് ഒരു ഭാഗം താങ്കൾക്കും ലഭിച്ചു എന്നാണ്. फरमाते हैं इनकी बैत 1898 की ഹദ്രത്ത് അല്ലാദത്ത് സാഹിബ് ഹെഡ് മാസ്റ്റർ സാഹിബ് दान हो कि मुबारक जमाने में അദ്ദേഹം അബ്ദുൽ സത്താർ സാഹിബിന്റെ മകനാണ്. नहायत शानदार नजारा दिखाया। 1898 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. പറയുന്നു, ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹീത കാലഘട്ടത്തിൽ എനിക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യം കാണിക്കപ്പെട്ടു. कि दो शख्स वहां बातें करते हैं, एक ने कहा कि सुना है इधर से रसूल അത് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ വ്യത്യസ്ത അവസ്ഥകളുടെ സുവാർത്തയായിരുന്നു. അതായത് ഹജ്ജ് ദിവസത്തിൽ താജുവിന്റെ സമയത്ത് ഞാൻ കാണുന്നു രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുന്നു. ഒരാൾ പറയുന്നു അവരിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതരുടെ രൂപം കാണുന്നു. मैंने देखा कि അയാൾ പറഞ്ഞു അതേ ജഹലുമിൽ നിന്ന് കാണുന്നു. मान പിന്നീട് അയാൾ പറഞ്ഞു നോക്കൂ, हो गए ഞാൻ നോക്കിയപ്പോൾ ഒരു ചില്ലുകൊട്ടാരം ആണ്. यारान नबी അതിന്റെ ചില്ലുകൾ കറുത്തതാണ്. അപ്പോൾ അത് തുറന്നു. पैरा थे। അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ 4 സ്നേഹിതരും കസറിലിരിക്കുന്നു. फिर वो नजारा हटकर सिर्फ हज़रत അതായത് 4 ഖലീഫമാരും. വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. ആ ദൃശ്യം മറഞ്ഞപ്പോൾ ഹദരത്ത് ഉസ്മാനെ കണ്ടു. പിന്നീട് ആ ദൃശ്യവും മറഞ്ഞപ്പോൾ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. हज़रत सदीक ने मुझे अपना ആ ദൃശ്യം ഞാൻ കണ്ണും മനസ്സും നിറയെ കണ്ടു. चेहरा ताला അബൂബക്കർ സിദ്ദീഖ് തന്റെ മുഖം നല്ലപോലെ കാണിച്ചു തന്നു. അപ്പോൾ അത് തികച്ചും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റെ രൂപമായിരുന്നു. ഇത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ആണെന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ വെളിപാടുണ്ടായി. അബൂബക്കർ നൂറുദ്ദീന്റെ രൂപത്തിലാണ്. लिखा ഏതുവരെ जवाबन फरमाया നൂറുദ്ദീനെ കാണുന്നില്ലയോ അസ്ഹാബ് മരിക്കുന്നതല്ല. सालिया है ഞാൻ ഖലീഫ അവൽ എഴുതിയപ്പോൾ മറുപടിയായി പറഞ്ഞു, സുവാർത്തയിൽ നിന്നുള്ള മുബശ്ശറാത്തിൽ നിന്നുള്ള താങ്കളുടെ സത്യസ്വപ്നമാണിത്. ഇത്തരത്തിൽ വിവിധ സന്ദർഭങ്ങളിലായി മുബശ്ശറാത്ത് അതായത് സുവാർത്ത എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിൽപ്പെട്ട ഒന്ന് ഇപ്രകാരമാണ്: അമൻ അസ്കർ മക്കാനെ മുഹബ്ബത്ത് സറായമാം. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമാണിത്. അതായത് നമ്മുടെ സ്നേഹത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവർക്കായി സമാധാനമുണ്ട്. इंसान के हैं कि अब गया वक्त खजा आए हैं फल लाने के दिन। മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പദ്യശകലവും അതും എനിക്ക് വെളിപാടായി ലഭിച്ചു. അദ്ദേഹം പറയുന്നു, അബ് ഗയാ വക്ത് ഖിസാ ആയേ ഹേ ഫൽ ആനെ കെ ദിൻ खुदा के पाक लोगों को खुदा से नुसरत आती है जब आती है तो आलम को एक आलम दिखाती है. ജമാഅത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള സുവാർത്തകൾ അള്ളാഹു ആ കാലഘട്ടത്തിലുള്ള സഹാബാക്കൾക്ക് നൽകിയിരുന്നു. बहुत सारी खबरें मैंने देखी। हज़रत उस्मान പിന്നീട് പറയുന്നു, मुझे पुलाव खिलाया, रसूल करीम सल्लल्लाहु अलैहि वसल्लम ने मुझे हलवा दिया कि तकसीम ധാരാളം സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. मैंने हज़रत मसीह मौऊद अलैहिस्सलाम ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എനിക്ക് നെയ്ച്ചോറ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്ക് ഹൽവ നൽകുന്നു. ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നിലും ഒന്നിച്ചു നമസ്കരിച്ചു. ഹുസൂറിന് കുടിക്കാൻ വെള്ളം നൽകി. ഹുസൂർ ഒരു കുന്നിലായിരുന്നു, ഞാനൊരു കുഴിയിലും. ഹുസൂർ എന്റെ കൈപിടിച്ച് തന്നോടൊപ്പം നിർത്തി. അതുപോലെ ഹുസൂർ പൂക്കൾ പെറുക്കുകയായിരുന്നു, ഞാനും ഹുസൂറിന് പൂക്കൾ പെറുക്കി നൽകി. പറയുന്നു,
तवाफ काबा किया, അങ്ങനെ ഞാൻ ഹജ്ജും ചെയ്തു. फलों से लदे हुए दरख्त पैदा हो गए, आम खजूर हुए, പരിശുദ്ധ മക്കയെ കണ്ടു. ये नजारे देखे കാബ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണത്തിന് ശേഷം ബൈത്തുല്ലായിൽ ഫലങ്ങളാൽ നിറഞ്ഞ വൃക്ഷമുണ്ടായി. മാങ്ങ, കാരക്ക തുടങ്ങിയവയുടെ. जमाना खत्म होने की खुशखबरियां मुझे मिली। बाज बुजुर्गों को भी मेरे बारे में ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടു. എഴുതുന്നു, എന്റെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്ന സുവാർത്ത ലഭിച്ചു. ചില സാത്വികർക്കും എന്നെ സംബന്ധിച്ചുള്ള സുവാർത്തകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഖാലി റഹ്മത്തുള്ള സാഹിബും അതുപോലെ മറ്റു പലരും. कि പിന്നീട് പറയുന്നു, हज़रत मौलाना गुलाम रसूल साहब राजिकी ने 11 मई 1936 के वो आखिरी नफली रोजे के दिन तहज्जुद के वक्त देखा कि वाह इसराइल, ഹദരത്ത് മൗലാന ഗുലാം റസൂൽ സാബ് രാജിക്ക് और मैंने सब 36ന്റെ അവസാന നഫ്ലി നോമ്പിന്റെ തഹജു സമയത്ത് 11 മണിക്ക് എന്നെ കണ്ടു. വൈസ്രായി കാദിയാനിൽ എത്തിയിരിക്കുന്നു. സന്ദർശിക്കാൻ വന്നവരിൽ ഞാൻ അഹമ്മദികളെ മുന്നോട്ട് ആക്കുകയാണ്. അതായത് ഇദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനും മൗലാനയും ഒന്നിച്ചാണ്. मेरा वाह इसराइल से दोस्ताना बेतकल्लुफ മൗലാന അയാളെ വധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വൈസ്രോയി ഭയക്കുന്നു. വൈസ്രോയുമായി എന്റെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അയാൾക്ക് പാൻ നൽകി. പറയുന്നു, മൗലവി സാഹിബിൽ നിന്ന് താങ്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇത് ഗുലാം റസൂൽ സാഹിബ് രാജിക്കയുടെ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉത്തരവാദിയാണ്. അതുപോലെ के बारे में अच्छी ख्वाब മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തെക്കുറിച്ച് നല്ല സ്വപ്നം കാണുകയുണ്ടായി. हज़रत शेख मोहम्मद इस्माइल साहब वल्द शेख मसीता साहब फरमाते हैं, जिन्होंने 1894 में बैत की कि ए खुदाए जुल जलाल, जो तेरी झूठी कसम खाता है वो तेरी दरगाह में ഷേഖ് മസീത സാഹിബിന്റെ മകനായ ഹദരത്ത് ഷേഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയുന്നു, 1994 ബയ്യത്ത് ചെയ്തത്. कसम खाता हूँ कि പറയുന്നു, അല്ലയോ പ്രതാപവാനായ അള്ളാഹുവേ, चीज पर ये भेद खो നിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നവർ तेरी झूठी നിന്റെ സവിധത്തിൽ വിരട്ടപ്പെട്ടവനും അപരാധിയുമായിത്തീരുന്നു. ഞാൻ നിന്റെ ശക്തി പ്രകടനങ്ങളിൽ വിശ്വസിക്കുന്നു. तरफ मंसूब किए हैं, എന്നെ പോലെ നിസാരനും പാപിയുമായ ഒരാളിൽ ഈ സത്യം തുറന്നു എന്നതിൽ ഞാൻ നിന്റെ അസ്തിത്വത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു. അഥവാ ഞാൻ കള്ളസത്യമാണ് ചെയ്തതെങ്കിൽ ഏതെങ്കിലും വ്യാജ ഇൽഹാമോ സ്വപ്നമോ ഉണ്ടാക്കി നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ और उमरा एक तरफ है, എന്നെ ശിക്ഷിക്കാനും നീ ശക്തനാണ്. ഞാൻ കാണുന്നു, സ്വപ്നമാണ് വിവരിക്കുന്നത്. ഒരു ഉദ്യാനത്തിൽ എല്ലാ ജമാഅത്ത് അംഗങ്ങളുമുണ്ട്. സാധുക്കൾ ഒരു ഭാഗത്ത്, സമ്പന്നർ ഒരു ഭാഗത്ത്. സമ്പന്നർ തങ്ങളുടെ ഇമാമായി മൗലാന അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടിയെ ताल्लुक तस्लीफ अव्वल की खिलाफत से തെരഞ്ഞെടുത്തു. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് സ്വപ്നം കാണുന്നത്. मुकर्रर किया। मुझे मेरे ഇതിന്റെ യഥാർത്ഥ ബന്ധം ഹദരത്ത് ഖലീഫത്ത് മസീഹ് അവലിന്റെ കാലഘട്ടവുമാണ്. मुकर्रर किया और फैसला ये हुआ कि पहली तकरीर जनाब എന്നെ സാധുക്കൾ അവരുടെ നേതാവായി सियालकोट നിശ്ചയിച്ചു. करेंगे। ആദ്യ പ്രഭാഷണം नाचीज के जिम्मे മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി നടത്തുന്നതാണെന്നും തീരുമാനിച്ചു. अपनी खिलाफत के दलाइल पेश किए। അതിന്റെ മറുപടി പറയാനായി എന്നെയാണ് തെരഞ്ഞെടുത്തത്. जनाब हज़रत मौलाना नूरुद्दीन साहब भेरवी की खिलाफत के दलाइल ഹദരത്ത് മൗലാന തന്റെ പ്രഭാഷണത്തിൽ തന്റെ ഖിലാഫത്തിന്റെ തെളിവുകൾ നിരത്തി. लेकर मौलाना ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ജനാബ് ഹദരത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബിന് ഭൈരവിയുടെ ഖിലാഫത്തിന്റെ തെളിവുകളാണ് നൽകിയത്. मौलाना के दलाइल ആ തെളിവുകൾ നൽകി മൗലാനയുടെ തെളിവുകളെ ഖണ്ഡിച്ചു. പിന്നീട് മൗലാന തന്റെ ഖിലാഫത്തിന്റെ തെളിവുകൾ അവതരിപ്പിച്ചു. പിന്നീട് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ മൗലാനയുടെ തെളിവുകളെ ഖണ്ഡിച്ചുകൊണ്ട് മൗലവി നൂറുദ്ദീൻ സാഹിബിന്റെ ഖിലാഫത്തിനുള്ള തെളിവുകൾ ഉദ്ധരിക്കാൻ തുടങ്ങിയപ്പോൾ മൗലാന സാഹിബ് 3 ചാട്ടം ചാടി अर्ज की कि हजरत ഹദ്രത്ത് ഖലീഫത്തുൽ മസി അവലിന്റെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് ഹദ്രത്ത് എന്റെ ബയ്യത്ത് സ്വീകരിക്കുക എന്ന് പറയുകയുണ്ടായി. ഹദ്രത്ത് ഖലീഫ അവൽ മൗലവി സാഹിബിൽ നിന്നും ബയ്യത്ത് വാങ്ങി. അദ്ദേഹം നിശബ്ദനായി ഏകനായി ഒരു മാവിൽ ചാരിയിരിക്കുകയായിരുന്നു. रहमान साहब बैर सिंह हैं। എന്റെ ഈ സ്വപ്നത്തിൽ സാക്ഷികൾ ജനാബ് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി, മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവരാണ്. तो ये ഹദ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്താണ് ഈ സ്വപ്നം കണ്ടത്. ताल्लुक से हमेशा से ही जमात में ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ഈ സ്വപ്നങ്ങൾ അള്ളാഹു ജമാഅത്തിൽ ये को आज की बात नहीं എപ്പോഴും കാണിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. कि ये ख्वाब में देख ली आज खलीफा अव्वल ഇത് ഇക്കാലത്തെ കാര്യം മാത്രമല്ല, ख्वाब में फिर खलीफा सानी ചിലർ ആരോപണം ഉന്നയിക്കാറുണ്ട്. ഖലീഫ അവലിന്റെ കാലഘട്ടം മുതലുള്ള സ്വപ്നങ്ങളാണ്. मैंने बयान की। अब जो अगली बात मैं करना चाहता ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലഘട്ടത്തിലും ഏതായാലും ചില സ്വപ്നങ്ങളാണ് ഞാൻ വിവരിച്ചത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് हूँ, बांग्लादेश 2 मुल्क हैं जहाँ इनके जलसा सालाना मुनक़िद हो रहे हैं। ഇന്ന് ഇപ്പോൾ സെറാല്യൂണിലും ബംഗ്ലാദേശിലും 2 രാജ്യത്തും വാർഷിക സമ്മേളനം നടക്കുകയാണ്. हो रहा होगा। സെറാല്യൂണിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. बांग्लादेश में पहला दिन जो है जलसे का हो गया।
बांग्लादेश में ബംഗ്ലാദേശിൽ ആദ്യ ദിവസത്തെ സമ്മേളനം അവസാനിച്ചു. पहुंचे हुए ബംഗ്ലാദേശിൽ അഹമ്മദിയത്ത് എത്തിയിട്ട് 100 साल हो चुका है इस साल, जैसा कि बरतानिया അവിടെ ആരംഭിച്ചിട്ട് को भी ഈ വർഷം इस साल 100 വർഷം പൂർത്തിയായി. ബ്രിട്ടനിൽ ജമാഅത്തിനും ഈ വർഷം बरतानिया भी अपने 100 വർഷം തികയുകയാണ്. प्रोग्राम बना रही है. बांग्लादेशी जमात ബ്രിട്ടൻ ജമാഅത്ത് प्रोग्राम बनाए, ഈ ജൂബിലി ആഘോഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ജമാഅത്തും പരിപാടികൾ ആസൂത്രണം ചെയ്തു. बड़ा हिस्सा था. അതിൽ കുറച്ച് പ്രാവർത്തികവുമാക്കി. उन्होंने इस साल വാർഷിക സമ്മേളനവും ഈ പരിപാടികളുടെ ഒരു വലിയ ഭാഗം ആകുന്നു. लेकर बड़ी वसी അതുകൊണ്ടവർ ഈ വർഷം ഒരു സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് तमाम प्रोग्राम हो सके, അതിൽ വിശാലമായ നിലയിൽ ജലസയ്ക്കുള്ള വ്യവസ്ഥിതികൾ ഒരുക്കിയിരുന്നു. लोग शामिल हो सके. എല്ലാ പരിപാടികളും സുഗമമായി നടത്തുന്നതിനായിട്ടും താമസത്തിനും മറ്റും ഏർപ്പാടുകൾ ഉണ്ടാകുന്നതിനായിട്ടും കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിനും വേണ്ടി परसों സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു. उलमा ने अपने മിനിഞ്ഞാന്ന് चेहरा करके मदरसों के ചില നാമധാരികളായ പണ്ഡിതന്മാർ कुछ जमात इस्लामी के लोग थे, തങ്ങളുടെ അനുയായികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. മദ്രസയിലെ വിദ്യാർത്ഥികളെയായിരിക്കും ഒരുമിച്ച് കൂട്ടിയത്. ജമാഅത്ത് ഇസ്ലാമിക്കാരായിരുന്നു. थी स्टेडियम में ഏകദേശം किराए पे जगह लेके 2,000-3,000 പേർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിരുന്ന സമ്മേളന നഗരിയെ पुलिस वहां खड़ी रही. ആക്രമിക്കുകയുണ്ടായി. आखिर इन दहशतगर्दों ने हमलावरों ने പോലീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തില്ല. അവസാനം ഈ ഭീകരവാദികൾ, അക്രമികൾ മിക്കവാറും എല്ലാ വസ്തുക്കളും സംവിധാനങ്ങളും താറുമാറാക്കി. പിന്നീട് അത് അഗ്നിക്കിരയാക്കി. बाकी चीजें തൽഫലമായി बहरहाल വാടകയ്ക്കെടുത്തിരുന്ന കസേരകളും മേശകളും പന്തലുകളും കത്തിപ്പോയി. इन इस्लाम के കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത്. अलंबरदार ഇതാണ് നാമധാരികളായ നേതാക്കന്മാരുടെ अभी जलसा രീതി. तो कैंसिल नहीं हुआ, वो तो इंशाल्लाह हो रहा സമ്മേളനം എന്തായാലും റദ്ദാക്കിയിട്ടില്ല. है. बात की अपने जो जगह है उसमें हो रहा है. ഞാൻ പറഞ്ഞതുപോലെ സമ്മേളനം നടക്കുന്നതുമാണ് ഇൻഷാ അല്ലാ. जलसा ജമാഅത്തിന്റെ സ്വന്തം സ്ഥലത്താണ് നടക്കുന്നത്. हमेशा की तरह इंशाल्लाह ആളുകൾ കുറവാണ്. സ്ഥല പരിമിതിയുമുണ്ടായി. अल्लाह ताला എന്തായാലും तमाम शामिलीन जलसा ഇന്നത്തെയും പോലെ ജലസ നടക്കുന്നതാണ് ഇൻഷാ അല്ലാ. ഈ വർഷം नुमाइंदे और मेहमान भी गए हुए हैं. ധാരാളം വിദേശികൾ പ്രതിനിധികളായി എത്തിയിട്ടുണ്ട്. അള്ളാഹു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. ताम पे पहुंचे. സമ്മേളനവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ. इन पर उल्टाए जो बहुत बड़ा माली नुकसान हुआ, जैसा कि मैंने कहा. ഈ പണ്ഡിതന്മാരുടെ അക്രമം അവരിലേക്ക് തന്നെ മടക്കട്ടെ. इसलिए बहुत दुआएं. ഞാൻ പറഞ്ഞതുപോലെ വളരെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. जलसा जैसा അള്ളാഹു ഇത് നികത്തി തരുമാറാകട്ടെ. അതിനായി ധാരാളം ദുആ ചെയ്യുക. सेरालियोन के और बांग्लादेश രണ്ടാമത്തെ സമ്മേളനം ഞാൻ പറഞ്ഞതുപോലെ സെറാലിയൂണിലാണ് നടക്കുന്നത്. സെറാലിയൂണിലെയും ബംഗ്ലാദേശിലെയും പണ്ഡിതന്മാരുടെ വ്യതിരിക്തത എന്തെന്നാൽ बात रखते हुए पैगाम आते അവിടുത്തെ ചില പണ്ഡിതന്മാർ नेक ख्वाहिशात के जज्बात रखते സതുദ്ദേശത്തോടുകൂടി ജലസയിൽ പങ്കെടുക്കുന്നുണ്ട്. उनमें कम से कम इंसानियत है. നല്ല ആവേശവും സതുദ്ദേശവും അവർക്കുണ്ട്. बावजूद मुखालिफ അവരിൽ കുറഞ്ഞപക്ഷം മനുഷ്യത്വമെങ്കിലുമുണ്ട്. ताला उनको इस നമ്മുടെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്, എതിർപ്പായിട്ടുകൂടി. के हज़रत मसीह मौद അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ. लगे पैगाम ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തെ, സന്ദേശത്തെ മനസ്സിലാക്കുന്നതിനായി അവരുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കട്ടെ. सभी हर लिहाज से बरकत और कामयाब हो. ഏതായാലും സെറാലിയൂണിന് വേണ്ടിയും ദുആ ചെയ്യുക. അവരുടെ ജലസ എല്ലാ നിലയിലും അനുഗ്രഹീതവും സഫലവുമാകട്ടെ. പങ്കെടുക്കുന്ന എല്ലാ അഹമ്മദുകളും की बरकत से फैज़याब മറ്റ് പ്രതിനിധികളും ജലസയുടെ അനുഗ്രഹത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവരാകട്ടെ. सेरालियोन की जमात भी बहुत ज्यादा इखलास रखने वाली. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സെറാലൂൺ ജമാഅത്തും अल्लाह ताला इनकी इखलास व वफा വളരെയധികം ആത്മാർത്ഥമായ ജമാഅത്തുകളിൽപ്പെട്ട ഒരു ജമാഅത്താണ്. അള്ളാഹു ഇവരുടെ ആത്മാർത്ഥതയും കൂറിനെയും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരട്ടെ. आ जाए ताकि हकीकत എത്രയും പെട്ടെന്ന് ഈ രാജ്യവും മുഴുവൻ ആഫ്രിക്കയും അഹമ്മദത്തിന്റെ മടിത്തട്ടിലെത്തട്ടെ. पर अमल करने की सबको യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ പ്രവർത്തിക്കുന്നുള്ള തൗഫീക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. जुमे के बाद नमाजों के बाद मैं कुछ जनाजा गायब भी पढ़ाऊंगा. ജുമാ नमस्कारത്തിന് ശേഷം ചില ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. करीफा कुंडे ആദ്യത്തെ ജനാസ जो जामे अहमदिया सेरालियोन के तालिब इल्म थे उनका കരീഫ കുണ്ടയുടേതാണ്. അദ്ദേഹം സെറാലിയൂണിലെ ജാമ്യ അഹമ്മദിയ വിദ്യാർത്ഥിയായിരുന്നു. 31 जनवरी को
वफात हुई है। इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। ജാമ്യയിലെ ദർജ സാനിയയിൽ പഠിക്കുകയായിരുന്നു. ജനുവരി 31 വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. तैयारियों को വാർഷിക സമ്മേളനത്തിന്റെ ഞാൻ പറഞ്ഞതുപോലെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. सीढ़ी से गिरने की वजह ഒരുക്കങ്ങൾക്കിടയിൽ से चोट आई, വക്കാറെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് इलाज वहां हो रहा था। ഏണിപ്പടിയിൽ നിന്നും വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയിലായിരുന്നു. എക്സ്റേയിൽ നിന്നും മനസ്സിലായത് किया ऑपरेशन की तैयारी തലയോട്ടിയിൽ പൊട്ടുവീണിട്ടുണ്ട് എന്നായിരുന്നു. से पहले ही उनकी वफात हो ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. सैरा लीन के എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. जामिया में पढ़ने के लिए आए थे। സെറാലൂണിലെ അയൽ രാജ്യമായ ने एक मुखलिस और ഗനി കൊനാക്കണിയിൽ നിന്നാണ് അദ്ദേഹം ജാമ്യയിൽ പഠിക്കാനായി എത്തിയത്. खानदान में വളരെ നല്ലതും ആത്മാർത്ഥതയുള്ളതുമായ വിദ്യാർത്ഥിയായിരുന്നു. पढ़ने का इरादा മർഹൂം കുടുംബത്തിലെ ഏക അഹമ്മദിയായിരുന്നു. किया, लेकिन वो अपने വഖഫ് ചെയ്ത് ജാമ്യ അഹമ്മദിയിൽ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാർ വളരെയധികം എതിർത്തു. गिनी कुनाकरी എന്നാൽ അദ്ദേഹം തന്റെ പ്രതിജ്ഞയിൽ ഉറച്ചുനിന്നു. सूफ के वालदैन കഴിഞ്ഞ വർഷം അവധിയിൽ സെറാലൂണിൽ നിന്ന് ഗനി കൊനാക്കിനിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ वालदैन भी തങ്ങളുടെ മകനിൽ സ്പഷ്ടമായ പരിവർത്തനം കണ്ടപ്പോൾ അവരും ആ പരിവർത്തനം കണ്ട് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ने कोंडे और वालदा का नाम सिवी लिवनु है। അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് नौजवान ഫാസിന കോണ്ടെ എന്നും മാതാവിന്റെ പേര് से बेइंतहा मोहब्बत करने वाले थे। ബിവല്യൂൺ എന്നുമാകുന്നു. जिम्मेदारी उनको മുത്തക്കയും अपनी इस्तात से बढ़कर ജമാഅത്തിനോട് ആത്മാർത്ഥതയുള്ളതും ഖിലാഫത്തിനോട് അങ്ങേയറ്റം അനുരക്തിയുള്ളതുമായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിവിനതീതമായി പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. हमेशा इस दुआ के लिए कहा करते थे। अपने इनके दोस्त ने बताया कि दुआ करना कि मेरी मौत जब भी आए हमेशा अहमियत पर ही आए। അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നു, മരണം എപ്പോൾ വന്നാലും അഹമ്മദിയത്തിലായിരിക്കണമെന്ന് ദുആ ചെയ്യുക എന്നെപ്പോഴും പറയുമായിരുന്നു. साबिक सदर हल्का രണ്ടാമത്തെ ജനാസ का है। ചൗധരി ബഷീർ അഹമ്മദ് സാഹിബ് സാറാഫ്, മുൻ സദർ नवंबर ഹൽക്ക 12 को 82 साल ദസ്താക്കോട്ടിന്റേതാണ്. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। हज़रत दुनिया अल्लाह से 2012 നവംബർ 24 82 വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. मुख्तलिफ ओहदों पर काम करने की ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബി ഹദരത്ത് അല്ലാദത്ത് സാഹിബിന്റെ പുത്രനായിരുന്നു അദ്ദേഹം. माल അദ്ദേഹത്തിന് ഏകദേശം 61 വർഷം വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. 16 വർഷം മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയുടെ കായിദ്, 36 വർഷം സെക്രട്ടറി മാൽ, 25 വർഷം സെക്രട്ടറി റിഷ്തനാത്ത, 22-23 വർഷം ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഇപ്പോൾ 10 വർഷമായി അമീർ ഹൽക്കയുമായിരുന്നു. കൂടാതെ 40 വർഷം അദ്ദേഹം ഷൂറയുടെ പ്രതിനിധിയായി നിയമിക്കപ്പെട്ടു. നമസ്കാരം, നോമ്പ് എന്നിവയിൽ കൃത്യനിഷ്ഠതയുള്ളതും തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അതിൽ സൽക്കാര പ്രിയനും ഖിലാഫത്തിനോടും ജമാഅത്ത് വ്യവസ്ഥിതിയോടും ആത്മാർത്ഥതയുള്ള വ്യക്തിയും मुसाद भी नसीब അസാധാരണ നിലയിൽ ത്യാഗങ്ങൾ സഹിക്കുന്ന വ്യക്തിയുമായിരുന്നു. സൽപ്രകൃതക്കാരനായിരുന്നു, മുത്തക്കിയായിരുന്നു. അദ്ദേഹത്തിന് 3 ഖലീഫമാരെ സേവിക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. കൂടാതെ ധാരാളം സഹാബികളെയും ജമാഅത്ത് ഭാരവാഹികളെയും സേവിക്കുന്നതിനുള്ള തൗഫീക്കും ലഭിക്കുകയുണ്ടായി. आपकी डस्का कोट में एक बड़ी जगह लेकर मस्जिद तमीर करवाने की तौफीक भी मिली। बहुत दिलेर, बहुत बहादुर और निडर इंसान അദ്ദേഹത്തിന് ദസ്താക്കോട്ടിൽ ധാരാളം സ്ഥലം വാങ്ങി പള്ളി പണിയുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. വളരെ ധീരനായ വ്യക്തിയായിരുന്നു. का शर्फ भी हासिल हुआ। അനഹമ്മദികളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ പ്രഭാവിതരായിരുന്നു. उस्मान 3 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ തടവിൽ കഴിയുന്നതിനുള്ള സൗഭാഗ്യവും ലഭിച്ചു. गजाद बुलंद फरमाए। സന്തപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും 3 ആൺമക്കളുമുണ്ട്. അള്ളാഹു പദവികൾ ഉയർത്തട്ടെ. മൂന്നാമത്തെ ജനാസ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫാർ ധാർ സാഹിബിന്റേതാണ്. അദ്ദേഹം 2013 ഫെബ്രുവരി 5 വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം റാവൽപിണ്ടിയിലായിരുന്നു. आखिर तक അവസാന നിമിഷം വരെ ആരോഗ്യവാനായിരുന്നു. ഗുരുതരമായ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രായാധിക്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. दूसरी मंजिल पर सीढ़ियां वगैरह चढ़ के जाया करते थे। 25-26 सीढ़ियां। 97 വയസ്സുണ്ടായിട്ടും 2ാം നിലയിലേക്ക് 25-26 പടികൾ കയറി പോകുമായിരുന്നു. खाना खाने को दिल नहीं चाह रहा। सिर्फ रात വഫാത്തായ ദിവസം വൈകുന്നേരം 6 മണിയോടടുത്ത് ചായ കുടിച്ച ശേഷം പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, രാത്രി ഉറങ്ങാനുള്ള മരുന്ന് മാത്രം തന്നേക്കൂ. बंद थी। चेहरा जर्द രാത്രി 10 മണിയോടടുത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി മരുന്ന് നൽകാനായി മുറിയിലെത്തിയപ്പോൾ ലൈറ്റ് അണഞ്ഞിരുന്നു. മുഖം വിളറിയിരുന്നു. ശരീരത്തിൽ യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മരിച്ചിരിക്കാം. 1916 എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തി ഡോക്ടർ പരിശോധിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായി. 1916 അദ്ദേഹം ജനിച്ചത്. अहमदियों का है। കശ്മീരിലെ आपके दादा हजरत हाजी उमर डार साहब ആസ്നൂറുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം. അദ്ദേഹത്തിന്റെ കുടുംബം കശ്മീരിലെ ആദ്യ ആത്മാർത്ഥ കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹദരത്ത് ഹാജി ഉമർ ഡാർ സാഹിബും പിതാവ് ഹദരത്ത് അബ്ദുൽ ഖാദിർ ഡാർ സാഹിബും ഹദരത്ത് അക്ദസിന്റെ സഹാബികളായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ അലാപ്പ ഹദരത്ത് അബ്ദുൾ റഹ്മാൻ സാഹിബും സഹാബിയായിരുന്നു. साहब मोहल्ला कश्मीर ഇദ്ദേഹത്തിന്റെ പിതാമഹന്റെ ഭാര്യ സഹോദരി ഭർത്താവ്
മർഹൂം മുഹമ്മദ് റമദാൻ ഭട്ട് സാഹിബ് वाली मारूफ സിയാൽകോട്ടിലെ മുഹല്ല കശ്മീരിയായിൽ താമസിക്കുകയായിരുന്നു. इसी मोहल्ला में അല്ലാമ ഇക്ബാലിന്റെ മുഹൈലയിലെ തൂത്തറാംവാലി എന്നറിയപ്പെടുന്ന പള്ളിയിൽ അദ്ദേഹം വന്നു പോകാറുണ്ടായിരുന്നു. അതേ മുഹല്ലയിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടിയുടെ തബ്ലീഗിന്റെ ഫലമായി यानी गुलाम रसूल എഴുതുന്നു, എന്റെ പിതാമഹൻ കാദിയാനിലേക്ക് യാത്ര തിരിച്ചു. അതിർത്ത് മൗലാന साहब मरहूम से कहा कि ख्वाजा साहब आप अपने वतन അബ്ദുൽ കരീം സാഹിബ് से अंजामदही के लिए घर से निकले हैं, മർഹൂം പിതാമഹനോട് പറഞ്ഞു, ഖാജ സാഹിബ് താങ്കൾ वैसे वहाँ वो बाकी वैसे ദീനീ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. हज़रत इमाम मेहदी ഹജ്ജിനായി പുറപ്പെട്ടതായിരുന്നു. എന്നാൽ രോഗകാരണത്താൽ പോകാൻ കഴിഞ്ഞില്ല. सल्लल्लाहु अलैहि वसल्लम का इरशाद है പറയുന്നു, ഹദരത്ത് ഇമാം മേദി അലി ഇസ്ലാം വെളിപ്പെട്ട് കഴിഞ്ഞു. उनके हुजूर ഹുസൂർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ഇമാം മേദിയെ സ്വീകരിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സലാം എത്തിക്കേണ്ടതും जिस बुजुर्ग और वलीउल्लाह ने നിർബന്ധ കടമയിൽപ്പെട്ടതാണ്. അതിനാൽ താങ്കൾ ഞങ്ങളോടൊപ്പം കാദിയാനിലേക്ക് വരിക. ഏതൊരു സാത്വികനും വലിയുള്ളയുമാണോ ഇമാമേദി ആണെന്ന് വാദിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കാണുകയും പരീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ അദ്ദേഹം കാദിയാനിലെത്തി. लगी हुई थी मजलिस അവരെത്തിയപ്പോൾ പള്ളിയിൽ സഭ കൂടിയിരിക്കുകയായിരുന്നു. कर रहे थे और हुजूर इनके जवाबात दे रहे थे। സഭാവാസികൾ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഹുസൂർ അതിന് മറുപടി പറയുന്നുമുണ്ടായിരുന്നു. उलमा और लिखे पढ़े लोगों के सवालात और जवाबात की मजलिस है। പറയുന്നു, എന്റെ പിതാമഹൻ ചിന്തിച്ചു, ഇത് അക്ഷരജ്ഞാനികളായ പണ്ഡിതന്മാരുടെ സഭയാണ്. मेरे दिल में पैदा ഞാനും എന്റെ മനസ്സിൽ എന്തുകൊണ്ടൊരു ചോദ്യം ഉന്നയിക്കുന്നില്ല? जिन्होंने अपने അഥവാ അദ്ദേഹം ദൈവനിയോഗിതനാണെങ്കിൽ നിശ്ചയമായും എന്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലൊരു ചോദ്യമിട്ടു. में जवाब और रहनुमाई मिलनी चाहिए, मेरे दिल में ख्याल आया പറയുന്നു, ചോദിക്കാതെ തന്നെ എന്റെ മനസ്സിലെ ചോദ്യത്തിന് എനിക്ക് മറുപടി ലഭിക്കണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ कि बात ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, करते हैं मगर अपने रहमी रिश्तेदारों से ചിലർ നമസ്കരിക്കുന്നുണ്ട്, ഹജ്ജും ചെയ്യുന്നുണ്ട്, എന്നാൽ सही तौर पर രക്തബന്ധമുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നില്ല. कहते हैं इस बात से എന്നാൽ ഇത് വ്യക്തമായ നിലയിൽ ഇസ്ലാമിക ശരീഅത്തിനും തഖ്വയ്ക്കും വിരുദ്ധമായ കാര്യമാണ്. പറയുന്നു, അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയത്തിന് മറുപടി ലഭിച്ചു. अपने दामाद ഹൃദയം വിശാലമാക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ഉടൻ തന്നെ തന്റെ മരുമകന് കത്തെഴുതി. खत लिखा कि इन्होंने अपने भाई की कोई जमीन उनको नहीं दी थी, दुआई हुई थी कि फौरन निशानदेही അദ്ദേഹം തന്റെ സഹോദരന്റെ ഭൂമി വിട്ടുകൊടുക്കാതെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഉടൻ അടയാളപ്പെടുത്തി അദ്ദേഹത്തിന്റെ അവകാശം നൽകുക. याड़ीपुरा मिडिल അദ്ദേഹത്തിന്റെ പിതാമഹൻ അഹമ്മദിയായതിന്റെ 1900 പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നു അത്. करने के लिए എന്തായാലും ഡാർ സാഹിബ് കശ്മീരിലെ യാരിപുരയിൽ നിന്നും 5ാം ക്ലാസ് പാസ്സായി 1928 കാദിയാനിൽ വിദ്യാഭ്യാസത്തിനായി से मौलवी फाजल എത്തിച്ചേർന്നു. മദ്രസ അഹമ്മദിയയിൽ നിന്ന് 7 ക്ലാസുകൾ വിജയിച്ച ശേഷം ജാമ്യ അഹമ്മദിയയിൽ പ്രവേശനം നേടി. 1938 മൗലവി ഫാസിൽ എടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ വഫാത്തായിരുന്നു. 2005 के 2 बेटे और 2 बेटियां हैं। അദ്ദേഹത്തിന് कहते हैं 2 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. साहब की बड़ी ऊंची आवाज थी, भारी बारह പറയുന്നു, थे। कहते हैं कि എന്റെ ശബ്ദം, അതായത് ഗഫാർ സാന്റെ ശബ്ദം വളരെ ഉയർന്ന ശബ്ദമായിരുന്നു. പറയുന്നു, ഖലീഫ സാനിയുടെ സാന്നിധ്യത്തിൽ मलिक अब्दुर्रहमान साहब खातिर ജൽസയിൽ എനിക്ക് നസം കേൾപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. कहते हैं അതിർത്ത് മലിക് അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിമിന്റെ लेकिन मुझे याद നസമായിരുന്നു ഞാൻ ഹുസൂറിന്റെ സാന്നിധ്യത്തിൽ കേൾപ്പിച്ചത്. 85 വയസ്സുള്ളപ്പോഴാണ് रह गया था आशियाने में എഴുതിയത്. പറയുന്നു, അതിലൊരു വരി പ്രകാരമായിരുന്നു, कि वो बच्चा जो अकेला रह गया ഖലീഫത്തുൽ മസീഹ് സാനിയെ സംബന്ധിച്ചുള്ള പദ്യമായിരുന്നു. उसके हुए हैं कि वो बच्चा जो अकेला रह गया था आशियाना में, करता था खुदा के फजल से उसके हुए हम बालों पर पैदा. सामने പറയുന്നു, ഞാൻ ഈ വരികൾ പാടിക്കൊണ്ട് ഒരു തവണ ഖലീഫ സാനിയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. खलीफा सानी के वाकया सुनाया कि मैं ഒരിക്കൽ ഖലീഫ സാനിയുടെ സംഭവം വിവരിക്കുന്നു. कि मेरे वालिद साहब बीमार हो गए कादियान में ही, तो मैं भेजा उन्होंने दवाई लेने के लिए। उसकी എന്റെ പിതാവ് രോഗിയായി കാദിയാനിൽ വെച്ച്. എന്നെ सानी बाहर निकल रहे ഖലീഫ സാനിയിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനായി അയച്ചു. इस तरह वालिद साहब ഞാൻ അവിടെ എത്തി. അപ്പോൾ ഖലീഫ സാനി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞു, പിതാവ് രോഗിയാണ്, മരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി മരുന്നെടുത്തു തന്നു. അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു ഖലീഫ സാനിക്ക് കുടുംബത്തോട് ഉണ്ടായിരുന്നത്, മറിച്ച് മുഴുവൻ കശ്മീരികളോടും ഉണ്ടായിരുന്നത്. जमात के भी काफी काम किए हैं, കൂടാതെ അദ്ദേഹം काम इनसे लेते रहे। ജമാഅത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. एक रसाला निकलता
ഖലീഫ സാനി അദ്ദേഹത്തെ പ്രത്യേക ജോലികൾ ഏൽപ്പിക്കുമായിരുന്നു. उसकी रहनुमाई भी खलीफा सानी फरमाया करते थे. उसमें इनको കശ്മീരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ഇസ്ലാ എന്ന മാസികയിൽ അതിന്റെ മാർഗദർശനം ഖലീഫ സാനി സ്വയമായിരുന്നു നൽകിയിരുന്നത്. അതിൽ മദ്രസയിൽ പഠനം പൂർത്തിയായ ശേഷം അദ്ദേഹത്തെ ഖലീഫ സാനി നിയമിക്കുകയുണ്ടായി. बहरहाल ये काफी साहिबुर राय भी थे, हमेशा शूरा में भी राय दिया करते थे. अल्लाह ताला इनके दर्जात बुलंद फरमाए. വളരെ നല്ല അഭിപ്രായം പറയുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. മജ്ലിസെ ഷൂറയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. ताहयात शूरा का मेंबर मुकर्रर फरमाया था. ഖലീഫ സാനി അദ്ദേഹത്തെ ആജീവാനന്ദ ഷൂറ പ്രതിനിധിയായി നിയമിച്ചിരുന്നു. और हर कोई पूछते भी थे कि नमाज में कितना वक्त रह गया है. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പറയുന്നു, ഞങ്ങളോട് നമസ്കാരത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമസ്കാരത്തിന് എത്ര സമയം ബാക്കിയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഖുലഫാക്കളുമായുള്ള തന്റെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുമായിരുന്നു. जनाज़े इंशाअल्लाह नमाज़ों के बाद അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ 3 ജനാസയും ജുമാ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.